എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷവർമയാണ്. ഇതൊരു സ്പെഷ്യൽ ഷവർമയാണ് കേട്ടോ. നമ്മൾ പെരി പെരി ചിക്കൻ ഒക്കെ കഴിച്ചിട്ടില്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ ചിക്കൻ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷവർമയാണ് കേട്ടോ. ഷവർമ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇത് ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു പെരി പെരി ചിക്കൻ ഷവർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 300 ഗ്രാം ചിക്കന് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് ആണ് കേട്ടോ. നമ്മളിത് ഓവനിൽ വെച്ചിട്ടൊന്നും അല്ല ഗ്രില്ല് ചെയ്യുന്നത്. ഓവനിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത് പാനിൽ വെച്ചിട്ട് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ പാനിൽ നമ്മൾ വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കുറച്ചൊന്ന് കട്ടി കുറച്ചൊന്ന് എടുക്കണം ഈ ഒരു ചിക്കന്. അപ്പോൾ ഒരു 300 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ഞാനിവിടെ നിന്ന് കട്ടി കുറച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ കഷ്ണങ്ങളിലേക്ക് നമുക്കൊരു ഫോർക്കോ അല്ലെങ്കിൽ ഇതൊരു സ്റ്റിക്കോ വെച്ചിട്ട് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം. ആ ഒരു മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ തന്നെ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത് പെരി പെരി സോസാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 14 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വറ്റൽമുളക് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ കുറച്ച് വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു അരമണിക്കൂറൊക്കെ നമ്മളൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. പിന്നെ ഈ ഒരു മുളക് എടുക്കുമ്പോൾ നമ്മുടെ ഒരു എരിവും കൂടെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്ന ഈ ഒരു മുളക് ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 5ഓളം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അരക്കപ്പോളം അടുത്ത് മല്ലിയിലയാണ്. അപ്പോൾ നല്ല ഫ്രഷ് മല്ലിയിലയും കൂടെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു കഷ്ണം സവാളയാണ്. സവാള ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ട് ഒരു 5-6 എണ്ണം ഇട്ട് കൊടുത്താലും മതി. ഒരു മീഡിയം വലിപ്പമുള്ള നാരങ്ങയുടെ നീര് മുഴുവനും പിഴിഞ്ഞെടുത്താണിത്. ആ ഒരു നാരങ്ങ നീരും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കൂടാതെ ഞാൻ ഇതിലേക്ക് നമ്മൾ പിസയ്ക്കകത്തൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഒറിഗാനോയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒറിഗാനോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതൊരു 1/4 ടീസ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ ഓയിലാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒലിവ് ഓയിലാണ്. നമുക്കിതിലേക്ക് വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാനാണ്. അപ്പോൾ ആദ്യം നമുക്കൊരു 1/4 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. എന്നിട്ട് ഇത് നല്ല ഫൈനായിട്ട് അരഞ്ഞു വരുന്നില്ലെങ്കിൽ കുറച്ചും കൂടി ഓയിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ അളവിൽ ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ നമ്മളൊന്ന് അരച്ചിട്ട് എടുക്കാം കേട്ടോ. ചെറിയ ജാറാണ് എടുക്കുന്നതെങ്കിൽ നല്ല പോലെ തന്നെ നമുക്ക് അരഞ്ഞു കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഈ ഒരു മസാലയുടെ ഉപ്പ് നോക്കിയിട്ട് നമുക്കിനി ആവശ്യമെങ്കിൽ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ മസാല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ആ ഒരു മസാലയൊക്കെ ചിക്കൻ അത് നല്ല പോലെ തന്നെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ഷവർമയിലേക്ക് ആവശ്യമായിട്ടുള്ള ഷവർമ സോസ് അഥവാ തഹീന ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെളുത്ത എള്ള് എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്ത എള്ള് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്കിതിന് പകരമായിട്ട് വെള്ളക്കടല വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. 1/2 കപ്പ് അളവിൽ വെളുത്ത എള്ള് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയതായിട്ട് നിന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. എള്ളിൻ്റെ ഒരു കളറൊന്നും അധികം മാറിപ്പോവാതെ നമ്മളിത് ചെറിയതായിട്ടൊന്ന് വറുത്തിട്ടെടുത്താൽ മതി. നമുക്കിതൊന്ന് പൊടിച്ചിട്ടെടുക്കേണ്ടതാണ്. അപ്പോൾ എള്ള് ഞാനിവിടെ അതിൻ്റെ കളറൊന്നും മാറിപ്പോവാതെ ചെറിയതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വറുത്തെടുത്ത എള്ളിൻ്റെ ഒരു ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് ഫൈനായിട്ടൊന്നും പൊടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാനൊരു 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ആണെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ ഇളം ചൂടുള്ള വെള്ളമാണ്. ഒരുപാട് ചൂടുള്ളതല്ല, ഒരു ഇളം ചൂടുള്ള 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആ ഒരു സോസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ആദ്യം കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. കാരണം നമ്മളിതിലേക്ക് മയോണൈസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് അരച്ചിട്ടെടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ തന്നെ നമുക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം.
ഈ ഒരു കട്ടി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഓയിൽ വേണമെങ്കിൽ വീണ്ടും ഒരു 2-3 ടേബിൾ സ്പൂൺ അരയ്ക്കുന്ന ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂൺ അളവിൽ മയോണൈസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ചെറിയ ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 10 ടീസ്പൂൺ നമുക്ക് മയോണൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മയോണൈസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ലാസ്റ്റ് ഇതുപോലെ ഈ ഒരു മയോണൈസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് നോക്കുക. വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് മയോണൈസ് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ട് തൈര് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു സോസ് നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് ഇതിന് ഒരുപാട് കട്ടിയൊന്നും ഉണ്ടാകാൻ പാടില്ല. ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അഥവാ ഒരുപാട് കട്ടി കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഓവനിലാണെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രില്ല് ചെയ്തിട്ട് എടുത്താൽ മതി. ഒരുപാട് ഓയിലൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ചിക്കൻ നമ്മൾ തീരെ കട്ടി കുറഞ്ഞാണ് കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മളൊരു മൂടി വെച്ചിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ട് എടുക്കുക. മൂടി വെച്ച് അടച്ച് നമ്മൾ വേവിക്കുമ്പോഴത്തേക്കും ചിക്കൻ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഒരു 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ നിന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ ചിക്കന്. വീണ്ടും അടച്ചു വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ചിക്കൻ പുറമേ നല്ലപോലെ തന്നെ 2 സൈഡും മൊരിഞ്ഞ് അകം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലപോലെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പാനിൽ നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു മസാല ഓയിലേക്ക് അധികം അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ ആ ഒരു ചിക്കന് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു മസാലയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ആ ഒരു മസാലക്കാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു മസാല ഒട്ടും തന്നെ കളയാതിരിക്കുക. അധികം തീ കൂട്ടിയിട്ട് നമ്മളിതങ്ങ് കുക്ക് ചെയ്യാതിരുന്നാൽ മതി. അതൊന്നും കരിഞ്ഞു പോകാതെ തന്നെ നമുക്ക് കിട്ടും. ഓവനിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഒട്ടും തന്നെ ഒരു മസാല ഒന്നും പോകാതെ നല്ല പോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ചിക്കൻ ഇവിടെ ഞാനൊന്ന് നല്ല പോലെ തന്നെ മൊരിയിച്ച് അകം നല്ല സോഫ്റ്റ് ആക്കി തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ഫ്രോസൺ ഫ്രൈസ് ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഞാനിവിടെ നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റിയേക്കാം. അപ്പോൾ ചിക്കൻ ഞാനിവിടെ നമുക്ക് ആ ഒരു ഷവർമയ്ക്കകത്തൊക്കെ കിട്ടുന്ന ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. ഇതുപോലെ കുറച്ച് ക്യാബേജ് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഒരു തക്കാളി ഞാൻ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് പിക്കിളാണ്. നമ്മൾ ചില സ്ഥലത്തു നിന്നൊക്കെ ഷവർമ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ അവർ കുക്കുംബറും ക്യാരറ്റും ഒക്കെ ഉപ്പിലിട്ടത് വെച്ചിട്ട് തരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിലിട്ട വെജിറ്റബിൾസും കൂടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉപ്പിലിട്ടതില്ലെങ്കിൽ ഇത് പച്ചക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ കറക്റ്റ് നമുക്ക് നല്ല ടേസ്റ്റിൽ തന്നെ ഈ ഒരു ഷവർമ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു 3 ഉപ്പിലിട്ട എരിവില്ലാത്ത മുളകും ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഷവർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കുബൂസാണ്. നമ്മൾ ഷവർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുബൂസ് വീട്ടിലുണ്ടാക്കുകയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ അധികം കട്ടിയില്ലാത്ത കുബൂസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഷവർമയ്ക്ക് വേണ്ടിയിട്ട്. കുബൂസ് ഒന്ന് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ ഈ ഒരു ഫില്ലിംഗ് എല്ലാം കൊണ്ട് നമുക്ക് വെച്ച് കൊടുക്കാം. കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതുപോലെ വെച്ച് കൊടുത്താലും മതി. ഇനി ഓരോ കുബൂസും എടുത്തിട്ട് നമുക്ക് അതിലേക്ക് നല്ല പോലെ തന്നെ നമ്മുടെ ഒരു ഷവർമ സോസ് തൂത്ത് കൊടുക്കാം. ഷവർമ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ജ്യൂസി ആയിട്ട് നല്ലപോലെ തന്നെ നിങ്ങൾക്ക് സോസ് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. സോസ് നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇനി നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ചിക്കൻ നമുക്ക് ഷവർമയിൽ എത്രത്തോളം വേണോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഒരു 3-4 എണ്ണം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു തക്കാളി ഒരു 3-4 എണ്ണം വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഉപ്പിലിട്ട ഒരു ക്യാരറ്റും ഒരു കുക്കുംബറും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് എത്രത്തോളം സോസ് വേണോ അതിനനുസരിച്ച് നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. സോസും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് 2 സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ തന്നെ ഒന്ന് പൊതിഞ്ഞിട്ടെടുക്കാം. ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറോ ഉപയോഗിച്ച് നമുക്കിതൊന്ന് പൊതിഞ്ഞിട്ടെടുക്കാവുന്നതാണ്.
അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ ഷവർമ എടുത്തിട്ട് നല്ലപോലെ തന്നെ സോസ് തേച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഫില്ലിംഗ് എല്ലാം കൂടെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് സോസ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഷവർമ ഇതുപോലെ നമ്മളൊരു അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ വെച്ച് പൊതിഞ്ഞിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് ചൂടാക്കിയിട്ട് തന്നെ കഴിക്കുക. ഓവനിൽ വെച്ചിട്ടോ പാനിൽ വെച്ചിട്ടോ ചൂടാക്കിയാൽ മതി. അതുപോലെ തന്നെ എരിവില്ലാത്ത മുളക് ഉപ്പിലിട്ടത് വെച്ച് കൊടുക്കാൻ ഇഷ്ടമാണെങ്കിൽ അത് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ പെരി പെരി ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷവർമ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ ഉള്ളിലെ ഒരു ചിക്കന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.